2020 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ മൂവിയാണ് എലൈവ്. കൊറിയയിൽ ഒരു സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയും തുടർന്ന് ഒരു പബ്ജി അഡിക്റ്റായ ഒരുത്തൻ ഫ്ലാറ്റിൽ പെട്ടുപോവുകയും തുടർന്ന് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രാവിലെ 10 മണിക്ക് എണീക്കുന്ന നായകനെയാണ്. ഇവന്റെ പേര് ജൂൻഹോ എന്നാണ്. ഇവന്റെ മെയിൻ പണി ദിവസം മുഴുവനും പബ്ജി സ്ട്രീം ചെയ്യലാണ്. ഇടക്ക് മാത്രമേ ജൂൻഹോ സ്കൂളിൽ പോവാറുള്ളൂ. ശേഷം അവൻ പല്ലൊക്കെ തെച്ച് റെഡിയാവുകയും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയും എന്നാൽ ഇതിനിടെ അവൻ ടേബിളിന്റെ മേലെ നിന്ന് ഒരു കത്ത് കിട്ടുകയും അത് തുറന്നു നോക്കുമ്പോൾ അമ്മയാണ് അത് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ വേഗത്തിൽ ഇറങ്ങിയപ്പോൾ കഴിക്കാൻ ഒന്നും അവിടെ വെച്ചിട്ടില്ല. നീ കുറച്ച് സാധനങ്ങൾ മേടിച്ച് പെങ്ങളെയും കൂട്ടി എന്നെ വന്ന് കാണേ എന്നാണ് അമ്മ അതിൽ എഴുതിയിരിക്കുന്നത്. അതോടെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ PC ഓൺ ചെയ്യുകയും ഗെയിം കളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ കൂടെ കളിക്കുന്നവർ നീ ടിവിയിലുള്ളത് കണ്ടോ എന്നൊക്കെ ചോദിക്കുകയും മനുഷ്യർ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ അവൻ പോയി TV ഓൺ ചെയ്യുകയും അതെന്താണെന്ന് നോക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ കാര്യം മനസ്സിലാവുന്നതിന് മുന്നേ ടിവിയുടെ സിഗ്നൽ പോവുകയും ഇതിനിടെ ഫോണിൽ എമർജൻസി അലേർട്ട് വരികയും എന്നാൽ ഇതിനിടെ അവൻ പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയും ബാൽക്കണിയിലേക്ക് പോയി നോക്കുകയും ഇതിനിടെ ജനങ്ങളൊക്കെ പരിഭ്രാന്തരായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റു ചിലർ ഓടി നടന്ന് ഓരോരുത്തരെ കടിക്കുകയും അതോടെ ഇതൊക്കെ കണ്ട് അവൻ പേടിച്ചു പോവുകയും എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ഫയർഫോഴ്സ് ഒക്കെ കൺട്രോൾ തെറ്റി വന്ന് ഇടിക്കുകയും അതോടെ അവിടെ ചെറിയ പൊട്ടിത്തെറിയൊക്കെ നടക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അമ്മയെ വിളിച്ച് നടക്കുകയും ഇതിനിടെ അമ്മ അവളുടെ അടുത്തേക്ക് വരുന്നതോടെ അമ്മയെ അവൾ കെട്ടിപ്പിടിക്കുകയും ഇതിനിടെ അവൾക്ക് എന്തോ മാറ്റം സംഭവിക്കുകയും അവൾ അമ്മയെ കടിക്കുകയും ചെയ്യുന്നു. അതോടെ ജുൻഹോയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടുകയും ചെയ്യുന്നു. അതോടെ അവൻ വീണ്ടും താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ അവന്റെ റൂമിലെ വാതിലിന് ആരോ മുട്ടുകയും ഇതിനിടെ അവൻ അതാരാണെന്ന് നോക്കാൻ വേണ്ടി വാതിലിന്റെ ഉള്ളിലൂടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. അതോടെ അവൻ പതിയെ വാതിലൊന്ന് തുറന്നു നോക്കുകയും എന്നാൽ ഇതിനിടെ പുറത്തു നിന്നയാൾ ചാടി ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അതോടെ ജുൻഹോ അവനോട് പുറത്തിറങ്ങാൻ പറയുകയും ഇതിനിടെ അവൻ എന്റെ ചേട്ടൻ ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്, പക്ഷെ അവൻ മനുഷ്യർ പെരുമാറുന്നത് പോലെയല്ല പെരുമാറുന്നത് എന്നൊക്കെ അവൻ പറയുമ്പോൾ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ, നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും എന്നൊക്കെ ജുൻഹോ പറയുകയും എന്നാൽ ഇതിനിടെ അവൻ ആ ബാത്റൂം ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ എന്നിട്ട് ഞാൻ പൊയ്ക്കോളാമെന്ന് അവൻ പറയുമ്പോൾ ജുൻഹോയ്ക്ക് എന്തോ അലിവ് തോന്നുകയും അതോടെ ജുൻഹോ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ അയാൾ ബാത്റൂമിൽ കയറിയതിനു ശേഷമാണ് ജുൻഹോ TV ശ്രദ്ധിക്കുന്നത്. നേരത്തെ സിഗ്നൽ പോയ TV ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അസുഖം ബാധിച്ചവരെല്ലാം വളരെ പെട്ടെന്നാണ് അക്രമകാരികളായി മാറുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കണ്ണ് ചുവന്നു തുടങ്ങുന്നതും വലിയ രീതിയിൽ അലറുന്നതുമാണ്. ശേഷം ഈ രോഗം ബാധിക്കുന്നവരൊക്കെ സോംബികളായി മാറും എന്നൊക്കെ വാർത്തയിൽ പറയുമ്പോൾ ജുൻഹോ പേടിച്ച് അവന്റെ സേഫ്റ്റിക്ക് മേശയിൽ നിന്നും കത്തിയെടുക്കുകയും ഇതിനിടെ മറ്റവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ അവനെ നേർക്ക് കത്തി പിടിക്കുകയും ഇറങ്ങടാ എന്റെ ഫ്ലാറ്റിൽ നിന്നും എന്ന് ജുൻഹോ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിന് കടി കിട്ടിയതായി ജുൻഹോ കാണുകയും ഇതിനിടെ അതെന്താണെന്ന് ജുൻഹോ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല എന്ന് അവൻ പറയുകയും ഇതിനിടെ അവന്റെ കണ്ണ് ചുവന്ന് അവന്റെ എല്ലൊക്കെ ഒടിയാൻ തുടങ്ങുകയും അത് കണ്ട് ജുൻഹോ പേടിച്ച് അവനോട് പുറത്തിറങ്ങാൻ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് അവൻ സോംബിയായി മാറുകയും ശേഷം ജുൻഹോയിന് നേരെ കടിക്കാൻ വരുമ്പോൾ ജുൻഹോ അവനെ തള്ളി എങ്ങനെയൊക്കെ പുറത്തേക്കിടുകയും ഇതിനിടെ അവൻ വീണ്ടും കയറാൻ നോക്കുമ്പോൾ ജുൻഹോ വാതിൽ വലിച്ചു പിടിച്ച് കത്തി കൊണ്ട് അവനെ അടിക്കുകയും എങ്ങനെയൊക്കെ പുറത്തിട്ട് വാതിൽ അടക്കുകയും ചെയ്യുന്നു. ശേഷം ജുൻഹോ വാതിലിനുള്ളിലൂടെ അവനെ നോക്കുമ്പോൾ വേറെ സോംബി അവനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടെ ജുൻഹോ വേറെ ആരും ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ഫ്രിഡ്ജ് വെച്ച് അവിടെ ലോക്കാക്കുകയും ശേഷം അവൻ ഫോൺ എടുത്ത് അമ്മയെയും പെങ്ങളെയും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുക്കുന്നില്ല. അതോടെ അവനെ ആകെ ഭ്രാന്ത് പിടിക്കുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ അമ്മ ഫോണിൽ മെസ്സേജ് അയക്കുകയും അതോടെയാണ് അവന് ശ്വാസം നേരെ വീഴുന്നത്. ആര് വന്നാലും വാതിൽ തുറക്കരുത്, ഞങ്ങൾ സേഫാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അതിൽ പറയുകയും ടിവിയിൽ പറഞ്ഞ കാര്യം കണ്ടിട്ട് മോൻ പേടിക്കൊന്നും വേണ്ട, പിന്നെ ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നും പറയുന്നു. ശേഷം അവൻ ഓരോ ദിവസത്തെയും ഫുഡ് എടുത്തു വെക്കുമ്പോൾ അത് 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അതോടെ അമ്മ പറഞ്ഞപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ മനസ്സിൽ പറയുകയും ശേഷം അവൻ സോഫയിൽ ചെന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ രോഗം എന്താണെന്ന് തിരിച്ചറിയുകയോ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനോ പറ്റിയിട്ടില്ല എന്നൊക്കെ ടിവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനിടെ ജുൻഹോ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ അതിൽ ഓരോരുത്തരും സോംബിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാണുകയും അതോടെ അവനും അതുപോലെ ഒരു ഫോട്ടോ എടുത്ത് അവന്റെ ഫ്ലാറ്റിന്റെ പേരൊക്കെ കൊടുത്ത് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൻ അതിലൊരു വീഡിയോ കാണുകയും അത് എടുത്തു നോക്കുമ്പോൾ ഒരുത്തൻ ബാൽക്കണിയിൽ നിന്ന് തൂങ്ങിപ്പിടിച്ച് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാല് തന്നെ താഴേക്ക് വീഴുന്നു. അതോടെ ഇത് കണ്ട ജുൻഹോ ചെറുതായി ഒന്ന് പേടിക്കുന്നുണ്ട്. ശേഷം ജുൻഹോ ഫ്ലാറ്റിന്റെ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അവന്റെ ഫോൺ ഡ്രോണിൽ വെച്ച് അത് പറത്തുകയും ഇതിനിടയിൽ അവൻ നോക്കുമ്പോൾ ഫ്ലാറ്റിന്റെ എല്ലാ ഭാഗത്തും സോംബീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഫോണിൽ റേഞ്ച് കിട്ടുന്നതോടെ അവൻ അവന്റെ അച്ഛനെ കോൾ ചെയ്യുകയും ഇതിനിടെ ഫോണിൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു. പിന്നീട് അവൻ നേരെ പബ്ജി കളിക്കാൻ കയറുകയും എന്നാൽ ഇതിനിടെ ഇന്റർനെറ്റ് പോയി അതും ഓഫ് ആവുന്നു. ആകെയുള്ള എന്റർടൈൻമെന്റ് പബ്ജി ആയിരുന്നു, അതും ഇപ്പോൾ കട്ടായിരിക്കുകയാണ്. അതോടെ അവന് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് അവൻ നേരെ പോയി ഉറങ്ങുന്നു. പിന്നീട് അവൻ കുറച്ചു സമയം കഴിഞ്ഞ് എന്തോ വെടിയൊച്ച കേട്ടിട്ടാണ് ജുൻഹോ എണീക്കുന്നത്. പുറത്തായിട്ട് വലിയ എന്തോ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ അവൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പോലീസുകാരിയുടെ
പുറകെ തന്നെ സോംബികൾ കടിക്കാൻ വേണ്ടി ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോംബികളുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ ജോലി ചെയ്ത പോലീസുകാരും ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. പോലീസുകാരിയുടെ തോക്കിലുള്ള ബുള്ളറ്റ് തീർന്നു പോയിരിക്കുകയാണ്. അതോടെ പോലീസുകാരി ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നതിന് മുന്നേ സോംബികൾ അവളുടെ അടുത്തേക്ക് എത്തുകയും അവളുടെ മേലേക്ക് ചാടി വീണ് അവളെ കടിക്കുകയും അതോടെ ജുൻഹോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സോംബികൾ അവളെ വലിച്ചു കൊണ്ടുപോവുകയും എന്നാൽ ഇതിനിടെ ജുൻഹോ അവരെ വെറുതെ വിടറ പന്നുകളെ എന്നൊക്കെ അവൻ ദേഷ്യത്തിൽ പറയുമ്പോൾ ആ പോലീസുകാരി അവനെ തന്നെ നോക്കുകയും ഇതിനിടെ സോംബികൾ അവളെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വളരെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവന്റെ വാതിലിന്റെ അടുത്തുള്ള സോംബി അവന്റെ വാതിലിനെ വന്ന് ഇടിക്കാൻ തുടങ്ങുകയും അതോടെ ജുൻഹോ പേടിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ സോംബി ഫ്രിഡ്ജിന്റെ ബാക്കിൽ തന്നെയുണ്ട്. അതോടെ സോംബി അവനെ കണ്ടതും ഫ്രിഡ്ജ് തള്ളി റൂമിലേക്ക് കയറാൻ നോക്കുമ്പോൾ ജുൻഹോ ഫ്രിഡ്ജ് തള്ളി പിടിക്കുമെങ്കിലും സോംബിയുടെ മുന്നിൽ അവനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിനിടെ അവന് ഒരു ഐഡിയ തോന്നുകയും അതോടെ അവൻ ഓടി ബാൽക്കണിയിലേക്ക് ചെല്ലുകയും അതിൽ നിന്ന് ചാടി തൂങ്ങി പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടെ സോംബി ഫ്രിഡ്ജ് തള്ളി ഉള്ളിലേക്ക് കയറുകയും അവൻ നേർക്ക് ഓടി വരികയും ബാൽക്കണിയിലെ പിടിയിൽ തട്ടി സോംബി താഴേക്ക് പോവുകയും അത് ചത്തുപോവുകയും ചെയ്യുന്നു. അതോടെ ജുൻഹോ ഇതൊക്കെ കണ്ട് ബാൽക്കണിയിൽ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവൻ നേരത്തെ കണ്ട പോലീസുകാരി സോംബിയായി വരുന്നത് കാണുകയും ഇതിനിടെ ആ പോലീസുകാരി അവനെ ഒരുമാതിരി നോട്ടം നോക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് വന്ന ജുൻഹോ പൊട്ടിയ ഡോറൊക്കെ ശരിയാക്കുകയും ഇതിനിടെ ജുൻഹോ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ അവൻ കഴിക്കാൻ വെച്ച ഭക്ഷണമൊക്കെ തറയിൽ വീണ് പൊട്ടിയിരിക്കുകയാണ്. അവരുടെ ഇതൊക്കെ കണ്ട് ജുൻഹോയ്ക്ക് തല പെരുക്കുന്നു. അങ്ങനെ ഇപ്പോൾ 7ാമത്തെ ദിവസം ആയിരിക്കുകയാണ്. ഇപ്പോ വേറെ പണിയൊന്നുമില്ലാതെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരസ്യത്തിലെ ഒരുത്തൻ നൂഡിൽസ് കൊതിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അത് കണ്ട് ജുൻഹോയ്ക്ക് അങ്ങനെ തന്നെ നൂഡിൽസ് തിന്നാൻ കൊതിയാവുകയും അതോടെ മറ്റൊന്നും ചിന്തിക്കാതെ മാറ്റിവെച്ച നൂഡിൽസ് അതുപോലെ തന്നെ കൊതിയോടെ കഴിക്കുകയും ഇതിനിടെ അവൻ TV ഓഫ് ചെയ്ത് റിമോട്ട് ടേബിളിലേക്ക് ഇട്ടതും അവിടെയുള്ള വെള്ളം റിമോട്ട് തട്ടി അങ്ങ് മറിഞ്ഞുപോയി. പക്ഷെ അവൻ വലിയ കാര്യമാക്കുന്നില്ല. വെള്ളമല്ലേ ഇനി എടുക്കാലോ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോയി പൈപ്പ് തുറന്നു നോക്കുമെങ്കിലും അതിൽ വെള്ളമില്ല. അതോടെ അവൻ ബാത്റൂമിലേക്ക് പോവുകയും അതിൽ വെള്ളമുണ്ടോന്ന് നോക്കുമെങ്കിലും അതിലും വെള്ളമില്ല. അതോടെ അവൻ പെട്ടുപോയിരിക്കുകയാണ്. ഇതിനിടെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ടേബിളിലെ വെള്ളം യുൻഹോ നക്കി കുടിക്കേണ്ടി വന്നു. ശേഷം 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ചെയ്യാൻ ജോലികളൊന്നുമില്ല. ഫോണിലാണെങ്കിൽ നെറ്റുമില്ല. TVയിലാണെങ്കിൽ കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ അവൻ ബോറടിച്ച് ഒന്നും ചെയ്യാനില്ലാതെയായി. എന്നാൽ ഇതിനിടെ ഫോണിൽ റേഡിയോ ഉള്ളതായി അവന് ഓർമ്മ വരികയും അത് എടുത്തു നോക്കുമ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ വയർഡ് ഹെഡ്സെറ്റ് വേണം. പക്ഷെ അവന്റെ കയ്യിലുള്ളതാണെങ്കിൽ മുഴുവൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും. അതോടെ ആ ഒരു പ്രതീക്ഷയെ പോയി കിട്ടി. പിന്നീട് കാണിക്കുന്നത് 15 ദിവസങ്ങൾക്ക് ശേഷമാണ്. കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഫോൺ എടുക്കാനാണെങ്കിൽ നെറ്റുമില്ല. അതോടെ അവൻ ആ ഒരു സമയം അവന്റെ അച്ഛന്റെ മദ്യക്കുപ്പികളെയാണ് അവൻ ആശ്രയിച്ചത്. ഇപ്പോൾ ജുൻഹോ ഒരുപാട് മദ്യവും അടിച്ച് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അവന്റെ അച്ഛനും അമ്മയും വാതിലൊക്കെ തുറന്ന് ഉള്ളിലേക്ക് വരികയും അവന്റെ അമ്മയെ കണ്ടതും അവൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അവൻ കൂടുതൽ കള്ളു കുടിച്ചിട്ട് അവന് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതിനിടെ അവന് അത് മനസ്സിലാവുകയും അവന് ഭ്രാന്ത് പിടിച്ച് ഒച്ച ഉണ്ടാക്കാതെ കരയുന്നു. ശേഷം അവൻ ആ ഒരു വിഷമത്തിൽ നിലത്ത് കിടന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് അവൻ എണീക്കുന്നത് അവന്റെ അച്ഛന്റെ കോള് കേട്ടിട്ടാണ്. അവൻ ആ കോള് എടുക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതോടെ ജുൻഹോ റേഞ്ച് കിട്ടാൻ വേണ്ടി സെൽഫി സ്റ്റിക്കിൽ ഫോൺ വെച്ച് ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നീട്ടുന്നു. എന്നിട്ടും ശബ്ദം ക്ലിയർ ആവാത്തത് കൊണ്ട് ബാൽക്കണിയിൽ തൂങ്ങി പിടിച്ച് നിൽക്കുകയും ഇതിനിടെ അവന്റെ അമ്മ ഞങ്ങൾ ഇതിന്റെ അച്ഛന്റെ ഓഫീസിലാണ്, ഞങ്ങൾ ഇവിടെ സേഫാണ്, നിന്റെ പെങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ അമ്മ പറയുകയും ഇതിനിടെ ജുൻഹോ നോക്കുമ്പോൾ താഴെയുള്ള സോംബികളൊക്കെ അവൻ വീഴുന്നതും കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ ജുൻഹോ ഫോണിൽ നിന്നും അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ അലർച്ച കേൾക്കുകയും അവരെ സോംബി ആക്രമിക്കുകയാണെന്നൊക്കെ ജുൻഹോയ്ക്ക് മനസ്സിലാവുകയും അതോടെ അവനൊന്നും ചെയ്യാനാവാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ശേഷം അവൻ ഉള്ളിലേക്ക് വരികയും അവന്റെ സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുകയും അലറിക്കൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ തന്നെ പുറത്തേക്ക് പോവുകയും അവന്റെ വാതിലിന്റെ അടുത്തുള്ള സോംബിയെ അടിച്ച് അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. ശേഷം അവൻ എല്ലാ പനകളും പുറത്തു വിടാൻ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടക്കുകയും ഇതിനിടെ അവൻ നേരത്തെ റൂമിൽ കയറിയവനെ അവിടെ കാണുകയും അവൻ അവന്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്ത്രീ രക്ഷിക്കാൻ പറയുകയും ഇതിനിടെ അവൾക്ക് കടിയേറ്റ് അവളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ അവളുടെ അടുത്തുള്ള സോംബിയും ജുൻഹോയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ ജുൻഹോയ്ക്ക് പേടി തോന്നുകയും അവൻ റൂമിലേക്ക് ഓടാൻ നോക്കുമ്പോൾ മുന്നിലും സോംബിയാണ്. അതോടെ അവൻ അവിടെയുള്ള ലിഫ്റ്റ് തുറക്കുമ്പോൾ അതിൽ നിന്നും സോംബി വരുന്നു. അതോടെ 2 സ്ഥലത്ത് നിന്ന് വരുന്ന സോംബികളും കൂട്ടിയിടിക്കുകയും അവരൊക്കെ അവിടെ വീഴുമ്പോൾ ജുൻഹോ ഓടിപ്പോവുകയും ഒരു സ്ഥലത്ത് ഒളിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതോടെ സോംബികളൊക്കെ അതിലൂടെ പാസ് ചെയ്തു പോവുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ ഒരു അന്ധനായ സോംബി അതിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ അവൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അത് പോവാൻ വേണ്ടി കാത്തു നിൽക്കുകയും അത് പോയതോടെ ഓടിച്ചെന്ന് റൂമിൽ കയറുകയും വാതിലടക്കുകയും ചെയ്യുന്നു. ജുൻഹോ വാതിലടച്ചത് കുറച്ച് ഒച്ചത്തിലാണ്. അതോടെ സോംബികൾ വാതിലിന്റെ അടുത്തേക്ക് വരികയും തള്ളിക്കയറാൻ വേണ്ടി നോക്കുമ്പോൾ ജുൻഹോ തള്ളിപ്പിടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് 20 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ പവർ സ്റ്റേഷനൊക്കെ പൊട്ടിത്തെറിച്ച് കറന്റ് പോലും ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ജുൻഹോയുടെ കയ്യിൽ വെള്ളവുമില്ല, ഭക്ഷണവുമില്ല, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അവനിപ്പോൾ ജീവിതം തന്നെ മടുത്തുപോയി. അതോടെ അവൻ ഹാളിലെ ഫാനിൽ കയറ് കെട്ടുകയും മറ്റൊന്നും ചിന്തിക്കാതെ തൂങ്ങുകയും ചെയ്യുന്നു. എന്നാൽ
എന്നാൽ ഇതിനിടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നും ആരോ അവന്റെ മുഖത്തേക്ക് ലേസർ അടിക്കുകയും അതോടെ അവൻ എങ്ങനെയൊക്കെയോ അതഴിച്ച് താഴെ വീഴുന്നു. എന്നാൽ ഇതിനിടെ ലേസർ അവിടെയുള്ള പോസ്റ്ററിൽ പോയി അടിക്കുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ അവനെ മണ്ടൻ എന്നാണ് ലേസർ അടിച്ചയാൾ വിളിച്ചിരിക്കുന്നത്. അതോടെ അവൻ അവരെ നോക്കുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ അതൊരു പെണ്ണാണ്. ഒരാളെ കണ്ടതോടെ അവന് ഒരുപാട് സന്തോഷമാവുകയും അവൻ എന്തോ പറയാൻ വന്നതും ഇപ്പോ ശബ്ദമുണ്ടാക്കരുത് എന്ന് അവൾ കാണിക്കുകയും നാളെ രാവിലെ 7 മണിക്ക് എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ച് അവൾ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ജുൻഹോ എന്തെങ്കിലും പറഞ്ഞിരുന്നേൽ സോംബികളൊക്കെ ഇടിച്ചു കയറി ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ. ഇപ്പൊ കാണിച്ചവളാണ് സിനിമയിലെ നായിക, പേര് യൂബി. ഇവൾ ജുൻഹോയെ പോലെയൊന്നുമല്ല, ഇവൾക്ക് കൃത്യം പ്ലാൻ ഉണ്ട് എല്ലാത്തിനും. സോംബികൾ പുറത്തു വന്നാൽ അറിയാൻ കുപ്പിച്ചില്ലുകൾ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി അഥവാ സോംബികൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിനുവേണ്ടി ട്രാപ്പും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ കഴിക്കേണ്ട ആഹാരത്തിനും വെള്ളത്തിനുമൊക്കെ അവൾക്ക് കൃത്യം കണക്ക് ഉണ്ടായിരുന്നു. ശേഷം അവൾ കിടന്നുറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. 7 മണിക്ക് എണീക്കാൻ പറഞ്ഞ ജുൻഹോ ഞെട്ടി എണീക്കുന്നത് 11 മണിക്കാണ്. അതോടെ ജുൻഹോ പെട്ടെന്ന് തന്നെ ഓടി ബാൽക്കണിയിലേക്ക് ചെല്ലുമെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതോടെ അവനാകെ സങ്കടപ്പെടുമ്പോൾ അവൾ ഉള്ളിൽ നിന്ന് ബൈനോക്കുലർ വഴി മുഴുവൻ പരിശോധിക്കുകയും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി ബാൽക്കണിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അതോടെ അവളെ കണ്ടതും അവനാകെ സന്തോഷിക്കുകയും ഇതിനിടെ അവൾ സമയം 11 എന്നൊക്കെ പറയുമ്പോൾ സോറി എന്ന് അവൻ ആംഗ്യഭാഷയിൽ പറയുന്നു. ശേഷം അവൻ അവന്റെ ഫോണിൽ അവന്റെ പേരെഴുതി അവൾക്ക് കാണിച്ചു കൊടുക്കുകയും അതോടെ അവളും അവളുടെ പേര് യൂബിൻ എന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതിനിടെ ജുൻഹോ എന്തോ പറയാൻ വന്നതും അവളുടെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുകയും അതോടെ അവൾ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൾ വീണ്ടും വരികയും നാളെ 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. ശരിക്കും അവൾ ഉള്ളിലേക്ക് പോയത് അവൾ വെച്ച ട്രാപ്പിൽ സോംബി വന്ന് കിണിഞ്ഞിരിക്കുകയാണ്. അതോടെ അവൾ സോംബിയുടെ അടുത്തേക്ക് പോവുകയും അതിന്റെ തലമണ്ട നോക്കി വെട്ടുന്നു. സമയം കുറെ കടന്നുപോയി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നല്ല മഴ പെയ്യുകയും അതോടെ അവർ രണ്ടുപേരും കയ്യിലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് വെള്ളം ശേഖരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ യൂബിൻ ഓപ്പോസിറ്റ് ഫ്ലാറ്റിന്റെ 8ാമത്തെ മുറിയിൽ ആരുമില്ലാത്തത് കണ്ട് അങ്ങോട്ടേക്ക് പോയാൽ സേഫ് ആയിരിക്കുമോ എന്നൊക്കെ അവൾ സ്വയം ചിന്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജുൻഹോയിനെയാണ്. ജുൻഹോ ആണെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് കിട്ടിയ വെള്ളം കൊണ്ട് ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ അവന് വെള്ളമുണ്ടെങ്കിലും ഭക്ഷണമില്ല. അവന്റെ വയറ് ഒട്ടി വയറ് തന്നെ വേദനിക്കാൻ തുടങ്ങി. അതോടെ ഈ അവസ്ഥ കണ്ട അവന് ഭക്ഷണം ഒരു ബാഗിലിട്ട് കയറ് കെട്ടി അവന്റെ ഫ്ലാറ്റിലേക്ക് എറിയുമെങ്കിലും അവന്റെ ഫ്ലാറ്റിന്റെ അടുത്ത് പോലും അതെത്തുന്നില്ല. അതോടെ ജുൻഹോ ഡ്രോണിന്റെ മേലെ കയറ് കെട്ടി അവളുടെ ഫ്ലാറ്റിലേക്ക് പറപ്പിക്കുകയും അതോടെ അവൾ ആ കയറ് പിടിക്കുന്നതോടെ ജുൻഹോ ഡ്രോണിനെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ ഇതിനിടെ അവൾ കയറ് മുകളിൽ കെട്ടി ഭക്ഷണം അവന് ഇട്ടുകൊടുക്കുകയും അതോടെ അവൻ അതെടുത്ത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യുന്നു. അതോടെ അവൻ അവളോട് നന്ദി പറയുകയും ഇതിനിടെ അവൻ എന്തോ കാണുകയും അതവൾക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അവൾ നോക്കുമ്പോൾ അവൾ നേരത്തെ എറിഞ്ഞ കയറ് പിടിച്ച് സോംബി മുകളിലേക്ക് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവൾ ആ കയറ് അഴിക്കാൻ വേണ്ടി പോകുമ്പോൾ സോംബി ആ കയറ് ആഞ്ഞൊലിക്കുകയും അതോടെ ആ കയറ് കെട്ടിയ ടേബിൾ അവൾക്ക് നേരെ ചെന്ന് തട്ടി അവളുടെ ബോധം പോകുന്നു. അതോടെ ആ സോംബി കയറ് പിടിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട ജുൻഹോ അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കള്ളിന്റെ കുപ്പി എടുത്ത് എറിയുകയും എന്നാൽ ഇതിനിടെ സോംബി അവനെ നോക്കിയൊന്ന് ചിരിച്ച് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. അതോടെ അവൻ അവന്റെ ഡ്രോൺ എടുക്കുകയും സോംബിക്ക് നേരെ പറപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സോംബി അവളുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ അവൻ ഡ്രോൺ വെച്ച് സോംബിയെ ഇടങ്ങാറാക്കുകയും ഇതിനിടെ സോംബി ഡ്രോൺ അങ്ങ് പിടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നു. അതോടെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ സോംബി മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ യൂബിൻ ഓടി വരികയും അവന്റെ കൈ അങ്ങ് വെട്ടിയിടുകയും ചെയ്യുന്നു. അതോടെ സോംബി താഴെ പോയി വീഴുകയും ഇതിനിടെ സോംബികളിലെ ഒരുത്തൻ മരിച്ചതോടെ സോംബീസ് ഒക്കെ സൗണ്ട് ഉണ്ടാക്കുകയും അവളെ നോക്കുകയും ചെയ്യുന്നു. ശേഷം യൂബിൻ നോക്കുമ്പോൾ അവളുടെ ഭക്ഷണമൊക്കെ മറിഞ്ഞ് വേസ്റ്റായി പോയിരിക്കുകയാണ്. അതോടെ ഇപ്പോൾ രണ്ടുപേരുടെ കയ്യിലും ഭക്ഷണമൊക്കെ തീരാൻ പോവുകയാണ്. ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരുമെന്ന് ജുൻഹോയ്ക്ക് മനസ്സിലാവുകയും അതോടെ ജുൻഹോ കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്ററൊക്കെ ചുറ്റി ആവശ്യമുള്ള സാധനവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ആരുമില്ലാത്ത ഫ്ലാറ്റുകളാണ് ജുൻഹോയുടെ ലക്ഷ്യം. എന്നാൽ ഇതിനിടെ ജുൻഹോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നേ അവന്റെ റൂമിൽ കയറിയവനില്ല, അവനവിടെ ചത്ത് പുഴുവരിച്ച് കിടക്കുന്നു. അതോടെ ജുൻഹോ അവന്റെ പോക്കറ്റ് തപ്പുകയും അതിൽ നിന്ന് ചാവി കിട്ടിയതോടെ അയാളുടെ ഫ്ലാറ്റ് തുറന്ന് പതിയെ ഉള്ളിലേക്ക് കയറുന്നു. ശേഷം ഫ്രിഡ്ജിൽ നിന്ന് കഴിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ബാഗിലേക്ക് കയറ്റുകയും ഇതിനിടെ അവൻ ബെഡ്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ബോഡി കിടക്കുന്നു. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിനിടെ നേരത്തെ പറഞ്ഞവന്റെ ചേട്ടൻ ഒരു മൗണ്ടൻ ഹൈക്കറാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് ജുൻഹോയ്ക്ക് മനസ്സിലാവുകയും അതോടെ ജുൻഹോ അവിടെ നോക്കുമ്പോൾ അവന് ഹെഡ്സെറ്റും പിന്നെ 2 വാക്കി ടോക്കിയും അങ്ങനെ ചില സാധനങ്ങളും അവന് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ ആ ബോഡി ആരുടെയാണെന്ന് കാണാൻ വേണ്ടി പുതപ്പ് മാറ്റുന്നതിനിടെ ഒരു സോംബി അങ്ങോട്ടേക്ക് വരികയും അവനെ നേർക്ക് ചാടി വീഴുമ്പോൾ അവന് ബോഡി എടുത്ത് കവറായി പിടിക്കുകയും ഇതിനിടെ ആ ബോഡി ഉള്ളത് കൊണ്ട് അവന് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ആ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി ഓടി അവന്റെ ഫ്ലാറ്റിലേക്ക് പോവുകയും ഉള്ള ജീവനം കൊണ്ട് ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്ന് കിട്ടിയ ഫുഡ് കുറച്ച് എടുത്ത് കഴിക്കുകയും വിശപ്പടക്കുകയും ചെയ്യുന്നു. എന്നിട്ട്
എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ വോക്കി ടോക്കിയും ഫുഡും ഒക്കെ ആ ബാഗിലിടുകയും കയറ് വഴി യൂബിന്റെ ഫ്ലാറ്റിലേക്ക് വിടുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ യൂബിന്റെ ശബ്ദം വാക്കി ടോക്കിയിലൂടെ കേട്ടുകൊണ്ടാണ് ജുൻഹോ ഉറക്കം എഴുന്നേൽക്കുന്നത്. ആദ്യമായിട്ട് അവളുടെ ശബ്ദം കേട്ടതോടെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവൻ ഉറക്കെ സംസാരിക്കുകയും ഇതിനിടെ അവൾ പതുക്കെ സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ അവർ പരസ്പരം ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ മഴ പെയ്യുന്നത് പോലെ ശബ്ദം കേൾക്കുന്നത്. അതോടെ അവർ രണ്ടുപേരും പാത്രം വെക്കാനായി പുറത്തേക്ക് പോയി നോക്കുമെങ്കിലും മഴയൊന്നും പെയ്യുന്നില്ല. എന്നാൽ ഇതിനിടെ അവർ നോക്കുമ്പോൾ സോംബികൾ കൂട്ടത്തോടെ അവരുടെ ഫ്ലാറ്റിലൂടെ ഓടുന്ന ശബ്ദമാണത്. അതോടെ അവർ രണ്ടുപേരും ശ്വാസമടക്കി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ നിലത്ത് കിടക്കുകയാണ്. എന്നാൽ ഇതിനിടെ യൂബിന്റെ കൈതട്ടി ഒരു ടേബിൾ വീഴുകയും ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. അതോടെ ഓടിക്കൊണ്ടിരിക്കുന്ന സോംബികളൊക്കെ നിൽക്കുകയും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കൂട്ടത്തോടെ വരാൻ തുടങ്ങി. അതോടെ അവൾ ഇപ്പോൾ മരിക്കുമെന്നാണ് അവൾ കരുതുന്നത്. എന്നാൽ ഇതിനിടെ ജുൻഹോയ്ക്ക് ഒരു ഐഡിയ തോന്നുകയും അതോടെ ജുൻഹോ അവളുടെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലേക്ക് കോൾ ചെയ്യുകയും അതോടെ അവൾ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇനിയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും 8ാമത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ലാറ്റിലേക്ക് പോകാൻ റെഡിയാവുകയും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയാവുകയും ഇതിനിടെ ജുൻഹോ 8ാമത്തെ ഫ്ലാറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് നിനക്ക് ഉറപ്പല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൾ അതെന്ന് പറയുകയും ശേഷം അവൾ കയറ് കെട്ടി താഴേക്ക് എടുത്തു ചാടുകയും സോംബികളുടെ ഇടയിലൂടെ ഒക്കെ ഓടുകയും ഇതിന്റെ കുറെ സോംബീസ് വരുമ്പോൾ കൂടാൽ ഉപയോഗിച്ച് വെട്ടിയൊക്കെ ഇടുകയും എന്നാൽ ഇതിനിടെ കുറെ സോംബീസ് അവളെ പൊരിയുകയും അതോടെ അവൾ കാറിന്റെ ഉള്ളിലൂടെ കയറി അപ്പുറത്തെ ഡോറിലൂടെ രക്ഷപ്പെടുകയും ഇതിനിടെ ഇതൊക്കെ ജുൻഹോ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. ഇതിനിടെ അവൾ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സോംബീസ് അവളുടെ നേരെ വരികയും ഇതിനിടെ ഒരു സോംബി അവളെ തട്ടി അവൾ വീഴുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ നേരത്തെ മരിച്ച പോലീസുകാരിയുടെ തോക്ക് കാണുകയും അതോടെ അവൾ അവിടെയുള്ള സോംബിയെ വെട്ടിയിട്ട് തോക്കുമെടുത്ത് ഓടുമ്പോൾ ഒരു സോംബി അവളുടെ നേരെ വന്ന് ചാടി വീഴുകയും ശേഷം അവളെ കടിക്കാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ജുൻഹോ വന്ന് എല്ലാത്തിനെയും അടിച്ചങ്ങ് പുകയ്ക്കുകയും ചെയ്യുന്നു. ശേഷം ജുൻഹോ അവളെയും കൂട്ടി ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഓടുകയും ഇതിനിടെ അവിടെയുള്ള സോംബിയൊക്കെ തള്ളിയിട്ട് അവിടെയുള്ള ഡോറങ്ങ് അടക്കുകയും ശേഷം അവർ അവിടെയുള്ള ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ 8ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ പതിയെ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയും ഓരോ ഫ്ലാറ്റും തുറന്നു നോക്കുമെങ്കിലും എല്ലാ ഫ്ലാറ്റും ലോക്കാണ്. എന്നാൽ ഇതിനിടെ അവർ ഒരു സോംബിയെ കാണുകയും അത് ഒച്ച വെച്ച് എല്ലാ സോംബികളെയും വിളിക്കുകയും അവരുടെ നേർക്ക് വരാനും തുടങ്ങുന്നു. അതോടെ ജുൻഹോ അവിടെയുള്ള ഒരു ഗ്രില്ല് ഇളക്കിയിടുകയും അതോടെ അത് സ്റ്റക്കായി മുകളിലൂടെയൊക്കെ വരാൻ നോക്കുമ്പോൾ അവൻ അതിനെ അടിച്ച് പൊട്ടിക്കുകയും ഇതിനിടെ യൂബിൻ ഓരോ ഫ്ലാറ്റും തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവളെ തുറന്ന് ഉള്ളിലേക്ക് കയറ്റുകയും ശേഷം ജുൻഹോയ്ക്ക് നേരെ സ്മോക്ക് ഇട്ട് അവനെയും രക്ഷിക്കുന്നു. ശേഷം അയാൾ ഉള്ളിൽ കയറി കഥ കിടക്കുന്നു. എന്നാൽ ഇതിനിടെ യൂബിൻ അയാൾക്ക് നേരെ കത്തി ചൂണ്ടുകയും നിങ്ങൾ എന്തിനാ ഞങ്ങളെ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സഹായം ആവശ്യമായിരുന്നു. ഞാൻ നിങ്ങളെ ഇപ്പോൾ തുറന്ന ഉള്ളിലേക്ക് കയറ്റിയിരുന്നില്ലെങ്കിൽ നിങ്ങളെ സോംബീസ് കടിച്ചു തിന്നേനെന്നൊക്കെ അയാൾ പറയുകയും ശേഷം അയാൾ അവർക്ക് വെള്ളം കൊടുക്കുമെങ്കിലും വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ അത് കുടിക്കുന്നില്ല. അതോടെ അയാൾ അത് കുടിച്ചു കാണിച്ചു കൊടുക്കുകയും അതോടെ അവരും അത് കുടിക്കുകയും ചെയ്യുന്നു. ശേഷം അയാൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതോടെ രണ്ടുപേരും ആക്രാന്തത്തോടെ കഴിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അയാൾ റെസ്ക്യൂ ടീം വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ കഴിയാമെന്നൊക്കെ പറയുമ്പോൾ റെസ്ക്യൂ ടീമോ എന്നൊക്കെ അവർ പറയുകയും ഇതിനിടെ അയാൾ നിങ്ങൾ ടിവിയിലെ ന്യൂസ് കണ്ടിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഇതിനിടെ യൂബിൻ നിങ്ങൾ എങ്ങനെയാ ഇത്രയും കാലം ഒളിച്ചു നിന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഭാര്യ കാണാതെ സിഗരറ്റ് വലിക്കുന്നത് ഒരു ശീലമായിരുന്നു, അങ്ങനെ തന്നെ തുടർന്നും ഒളിച്ചു എന്ന് അയാൾ ഒരു തമാശയോടെ പറയുകയും ഇതിനിടെ യൂബിൻ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ കണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുട്ടികളൊന്നും ഇല്ല എന്ന് അയാൾ പറയുകയും ഇതിനിടെ അവരുടെ ഫാമിലി ഫോട്ടോ കണ്ടതും അവൾക്ക് സംശയം തോന്നുന്നു. എന്നാൽ ഇതിനിടെ ജുൻഹോ മയങ്ങി വീഴുകയും ശേഷം യൂബിനും ഉറക്കം വരുന്നത് പോലെയൊക്കെ തോന്നുകയും അവളും മയങ്ങി വീഴുകയും ചെയ്യുന്നു. അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലല്ല അയാൾ അത് ചേർത്തത്, കഴിക്കാനുള്ള ഭക്ഷണത്തിലായിരുന്നു. അങ്ങനെ പാതിബോധത്തിലുള്ള യൂബിനെ അയാൾ കുട്ടികളുടെ ഒരു റൂമിൽ ഇട്ട് പൂട്ടുന്നു. അതോടെ ഒന്നും മനസ്സിലാവാതെ ചുറ്റിനും അവൾ നോക്കുമ്പോഴാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സോംബിയെ അവൾ കാണുന്നത്. അത് അയാളുടെ വൈഫാണ്. ഇവിടെ എത്തുന്ന എല്ലാ മനുഷ്യരെയും ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് അയാളുടെ പണി. വൈഫിൻ്റോടുള്ള സ്നേഹം കൂടിക്കൂടി പ്രാന്തായവനാണ് ഇവൻ. ആ സോംബിയെ കെട്ടിയിട്ടിരിക്കുന്ന ബെൽറ്റിന്റെ അറ്റം അയാളുടെ കയ്യിലുണ്ട്. അതോടെ പതിയെ പതിയെ അയാൾ അത് ലൂസാക്കാൻ തുടങ്ങുകയും അതോടെ സോംബി യൂബിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. യൂബിന്റെ കൈ കെട്ടിയത് കാരണം അവൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇതിനിടെ അയാൾ എന്റെ വൈഫ് കുറച്ച് ദിവസമായിട്ട് വിശന്നിരിക്കുവാണ്, അവളിങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് സോറി എന്നൊക്കെ അയാൾ പറയുകയും ഇതിനിടെ ജുൻഹോ ബോധം തെളിയുകയും ഇതിനിടെ അയാൾ ഞാൻ എന്റെ ഭാര്യയെ രക്ഷിക്കുന്നത് അത്ര വല്ല തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ ബെൽറ്റ് മുഴുവൻ അങ്ങ് വിടുകയും അതോടെ ജുൻഹോ ഓടി വന്ന് ബെൽറ്റ് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് മുഴുവൻ ഉള്ളിലേക്ക് വലിഞ്ഞങ്ങ് പോകുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ റൂമിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം നിലക്കുന്നു. അതോടെ വൈഫിന്റെ വിശപ്പ് മാറിയെന്ന് കരുതി അയാൾ വാതിൽ തുറന്നതും യൂബിൻ സോമിയുടെ തല തുണി കൊണ്ട് മൂടി അയാളുടെ നേരെ തള്ളിവിടുകയും അതോടെ അയാളുടെ ഭാര്യ തന്നെ അയാളെ കടിച്ചു തിന്നാൻ തുടങ്ങുകയും ഇതിനിടെ അയാളാണെങ്കിൽ അതിന് നിന്നു കൊടുക്കുകയും അവളുടെ വിശപ്പ് മാറുമല്ലോ എന്ന സന്തോഷത്തിലാണ് അയാൾ. ഇതിനിടെ അയാളും സോംബിയാവാൻ പോവുകയും അതോടെ യൂബിൻ രണ്ടുപേരെയും വെടിവെച്ചങ്ങ് പുകയ്ക്കുന്നു. അതോടെ ആ വെടിവെച്ച് കേട്ട ഫ്ളാറ്റിലുള്ള മുഴുവൻ സോംബികളും ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഓടി വരാൻ തുടങ്ങുകയും അതോടെ അവർ മരിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി.
മനസ്സിലാവുകയും ഇതിനിടെ യൂബിൻ ഗണ്ണ് ജുൻഹോയ്ക്ക് കൊടുത്ത് സോംബിയായി മരിക്കുന്നതിലും നല്ലത് മനുഷ്യരായി മരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവളെ വെടിവെക്കാൻ പറയുകയും അതോടെ അവൻ കരഞ്ഞുകൊണ്ട് അതിനെ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. എന്നാൽ ഇതിനിടെ അവർ പുറത്തുനിന്ന് ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുകയും അതോടെ അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ റെസ്ക്യൂ ടീം എത്തിയതായി അവർ കാണുകയും ഇതിനിടെ നമ്മളെ അവർ കാണണമെങ്കിൽ ഫ്ലാറ്റിന്റെ മുകളിലേക്ക് പോകണമെന്ന് പറയുകയും അതോടെ അവർ സോംബികളുടെ ഇടയിലൂടെയൊക്കെ ചാടി ഓടുകയും ഒരുപാട് സോംബി അവരുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ടെറസിന്റെ അടുത്തുള്ള കോണിപ്പടിയിലേക്ക് എത്തുകയും ഇതിനിടെ ജുൻഹോ ഒരു സൈക്കിൾ വെച്ച് സോംബികളെ തടഞ്ഞു നിർത്തുകയും ഇതിനിടെ അവളോട് റെസ്ക്യൂ ടീം പോകുന്നതിന് മുന്നേ മുകളിൽ പോയി സിഗ്നൽ കാണിക്കാൻ പറയുകയും അതോടെ അവൾ പോയി നോക്കുമെങ്കിലും റെസ്ക്യൂ ടീമൊന്നും അവിടെയില്ല. ഇതിനിടെ ജുൻഹോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുകയും അതോടെ അവനും മുകളിലേക്ക് കയറി വാതിലടക്കുകയും കോണിയൊക്കെ വെച്ച് തടസ്സം വെക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ റെസ്ക്യൂ ടീം അവിടെയില്ല. അതോടെ അവൻ ഒരുപാട് സങ്കടപ്പെടുകയും ഇതിനിടെ സോംബികൾ വാതിലൊക്കെ പൊളിച്ച് അങ്ങോട്ടേക്ക് കയറി വരാൻ തുടങ്ങുകയും അതോടെ അവർ രണ്ടുപേരും എങ്ങോട്ടും പോകാനാവാതെ അവിടെ നിൽക്കുകയും ഇതിനിടെ ജുൻഹോ ഉള്ള ബുള്ളറ്റൊക്കെ വെച്ച് അതിനെ ഷൂട്ട് ചെയ്യുകയും ഇതിനിടെ ബുള്ളറ്റ് തീർന്നു പോവുകയും ചെയ്യുന്നു. അതോടെ അവർ രണ്ടുപേരും മരിക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവരുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് റെസ്ക്യൂ ടീം അടിയിൽ നിന്നും പൊങ്ങി വരികയും സോംബികളെ ചാറപാറെ വെടിവെക്കുകയും അവരെ ഇതിനിടയിൽ ഹെലികോപ്റ്ററിലേക്ക് ഏറ്റുകയും ശേഷം എല്ലാ സോംബികളെയും വെടിവെച്ച് പുകച്ചങ്ങ് കളയുന്നു. ശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ജുൻഹോ നോക്കുമ്പോൾ അവന്റെ ഫോണിൽ റേഞ്ച് വരികയും അതോടെ അവന്റെ അച്ഛനും അമ്മയും അയച്ച ഒരുപാട് മെസ്സേജും കോളും കാണുകയും അതോടെ അവർ ജീവനോടെ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അങ്ങനെ അവനും യുബിനും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അതോടെ ഈ ഒരു സിനിമ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. 2020 6 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ പടം $14 മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം ആർ.